പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ശൈത്യകാല സമ്മേളനം. 17 സുപ്രധാന ബില്ലുകൾ സഭയുടെ പരിഗണനയിൽ വരും. സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി രാവിലെ മാധ്യമങ്ങളെ കാണും. എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ എന്തെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളിന്മേലാകും ചർച്ച നടക്കുക? ഗുഡ് മോർണിംഗ് രോഹിണി. ഇന്ന് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഇതിൽ 19 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് മുതൽ 19-ാം തീയതി വരെയാണ് ഈ ശൈത്യകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 4 ദിവസം അവധി മാറ്റിവെച്ചാൽ 15 ദിവസമാണ് ഈ സഭ സമ്മേളിക്കുക. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സഭാ സമ്മേളന കാലയളവാണ് ഇത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഇത്തവണത്തേതിൽ. ഒട്ടനവധി ബില്ലുകൾ വരാൻ പോകുന്നുണ്ട്. അതിൽ ഈ ന്യൂക്ലിയർ മേഖലയിൽ, അതായത് ആണവ പരീക്ഷണ മേഖലകളിൽ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന ബില്ല് വരാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് സംബന്ധമായ മേഖലയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് സംബന്ധിച്ച ഒരു ബില്ല് കൂടി വരാൻ പോകുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ മുന്നിൽ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം ബില്ലുകൾ വരാൻ പോകുന്ന ഒരു സഭാ സമ്മേളന കാലയളവ് കൂടിയാണ് ഇത്. പക്ഷേ ഏത് തരത്തിലായിരിക്കും സഭ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷവുമായി നടത്തിയ ചർച്ചയിൽ അവർ പക്ഷേ ഈ സഭ സമ്മേളിക്കുന്ന സമയത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SIR, അത് സംബന്ധിച്ച് സഭ സമ്മേളിക്കുമ്പോൾ തന്നെ പ്രക്ഷോഭത്തിനാണ്, പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണം സംബന്ധിച്ച വിഷയം പാർലമെന്റിൽ ഉയർത്താൻ ഇതിനോടകം തന്നെ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഡൽഹി കാർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇന്ന് പ്രതിപക്ഷം ഒരുപക്ഷെ സഭ തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധയിലേക്ക് പാർലമെന്റിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിൽ SIR ആയിരിക്കും പ്രതിപക്ഷം കൂടുതൽ ഊന്നൽ നൽകാനുള്ള സാധ്യത. അതായത് സഭ സമ്മേളിക്കുമ്പോൾ തന്നെ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതെ, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എപ്പോഴും ഇത്തരത്തിൽ ആരോഗ്യകരമായ ഒരു ചർച്ചയ്ക്കുള്ള വേദി ഒരുക്കാതെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരം ബഹളം വയ്ക്കുകയും പ്രക്ഷുബ്ധമാക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ദില്ലി സ്ഫോടനമായാലും വായു മലിനീകരണമായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായാലും ലേബർ കോഡിന്റെ വിഷയമായാലും ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടൊരു ആരോഗ്യകരമായ ചർച്ചയ്ക്ക് മുതിരില്ല. അതിന് പകരം ബഹളം വെച്ച് സഭ പ്രക്ഷുബ്ധമാക്കാനുള്ള പതിവ് പരിപാടി തന്നെ ആയിരിക്കും ഇത്തവണയും എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടതല്ലേ? സ്വാഭാവികമായ നടപടിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും എല്ലാ തവണയും ഈ വിഷയങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത് ഈ SIR ആണ്. അത് ഈ ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. SIR നടപ്പാക്കി ഈ നുഴഞ്ഞുകയറ്റക്കാരുടെയും അതോടൊപ്പം തന്നെ വ്യാജ വോട്ടർമാരെയും എടുത്ത് പുറത്തു കളഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നട്ടലൊടിയുന്ന കാഴ്ച നമ്മൾ ബീഹാറിൽ കണ്ടതാണ്. സ്വാഭാവികമായും മറ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് നടപ്പാക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തു പരസ്യമായി. അത് പാർലമെൻറ്റിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കേരളം ഇതിനോടകം സുപ്രീം കോടതിയിൽ പോയതാണ്. തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുയരുന്നതാണ്. ബംഗാളിൽ നടപ്പാക്കിയാൽ വലിയ കലാപമുണ്ടാകും എന്ന് മമതാ ബാനർജി കൂടി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് പോകാനാണ് സാധ്യത. ആരോഗ്യകരമായ ഒരു ചർച്ച ഒരു വിഷയത്തിലും ഈ 15 ദിവസത്തിനിടെ പ്രതീക്ഷിക്കാൻ ഒരു വകയും കാണുന്നില്ല. മാത്രമല്ല, വന്ദേ മാതരം സംബന്ധിച്ച ഒരു ചർച്ച കൂടി 150-ാം വാർഷികമാണ്. ആ പശ്ചാത്തലത്തിൽ ഒരു ചർച്ചയ്ക്ക് കൂടി ഭരണപക്ഷം ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള ചർച്ച നടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ 15 ദിവസം മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷം ഈ 15 ദിവസവും ബഹളം വയ്ക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ഇന്നലത്തെ അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.